ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടണമെന്ന് ആലോചിച്ചിരിക്കുന്നു. പക്ഷേ ഇന്നാണ് എനിക്ക് ഓഫ് കിട്ടി. ഇന്നും നാളെ എനിക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ ശരിക്കും വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വർക്കായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് വിഷമം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. മാക്സിമം പറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. വിദേശവാസം മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മാക്സിമം അങ്ങനെ നോക്കുക. നമ്മുടെ നാട്ടിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് രാജാവിനെ പോലെ ജീവിക്കാൻ പറ്റും. പക്ഷെ അന്യനാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൈ നിറയെ പൈസ കിട്ടും. പക്ഷേ ജീവിതം അത്ര സുഖകരമൊന്നുമായിരിക്കത്തില്ല. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ആയിരിക്കും. മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ ഭയങ്കര അടിപൊളി ലൈഫാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ ഇന്നൊരു നല്ല വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ സത്യത്തിൽ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ മുടിയൊക്കെ കിടക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇത്ര സങ്കടം വന്നിട്ടാട്ടോ ഞാനിന്ന് ഇപ്പം ഈ വീഡിയോ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ബെഡിൽ നിന്ന് എനിക്ക് എണീക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് സങ്കടം വന്നുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു. ഞാൻ മെഡിസിൻ കഴിച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഇന്നലത്തെ വർക്കിൻ്റെയാണ്. ഈ ദൈവം ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ അത് സത്യം തന്നെയാണ് കേട്ടോ. അവർക്കൊക്കെ ആരോഗ്യവും എന്തും തൻ്റെ ഇടവും എല്ലാം അഹങ്കാരവും എല്ലാം അവർക്ക് കൂടുതലുണ്ടാകും. നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് പണിയുന്നവർക്ക് എന്നും അത് മാത്രമേ ഉണ്ടാകൂ. ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവർ കുറച്ച് നമ്മുടെ സീനിയറാണ് നമുക്ക് ഡ്യൂട്ടി ഇടുന്നവർ. എനിക്ക് കുറച്ച് കൂടുതൽ ഹാർഡായ പേഷ്യൻസിനെ തന്നു. അത് ചെയ്ത് പിന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മനസ്സിലായപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് എന്തായാലും പുരുഷന്മാരുടെ അത്രയും ആരോഗ്യം കാര്യങ്ങളും ഉണ്ടാവില്ല. നമുക്കൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിന് അപ്പുറമായി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാണ്ട് വരും. പക്ഷെ അപ്പോൾ ആ വേദന അറിയില്ല. പിന്നെ നമ്മളൊന്ന് കിടന്നെണീറ്റ് കഴിയുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. പക്ഷേ ഇന്നലെ ഒരു തരത്തിൽ ദൈവം നമ്മളെ കുറച്ച് എന്താ പറയുന്നത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുറേയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ഇന്നലെ ആ ഡ്യൂട്ടി നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തു. പക്ഷേ അവർ നമ്മൾ മനഃപൂർവ്വം നമ്മളെ ഹാരാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർഡായ പേഷ്യനെ തന്നു. എന്തിനാണ് നമ്മളോട് ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ മാക്സിമം എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. ഒരു സൈലൻ്റായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെയാണ് അതെനിക്ക് 100% ഉറപ്പാണ്. നമ്മൾ കാരണം ആർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ അവരത്രയും കട്ടിയായ പേഷ്യനെ തന്നുകൊണ്ട് നമുക്ക് ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കിന്നിപ്പോൾ ഈ ബെഡിൽ നിന്ന് എനിക്ക് എണീക്കുക. ഞാനിപ്പോൾ 11-11:30 ആയി രാവിലെ എണീറ്റിട്ട് ഞാനൊന്ന് ചായ കുടിക്കാനായിട്ട് ഞാൻ എണീറ്റു. പക്ഷേ പിന്നെ എനിക്ക് ബെഡിൽ നിന്ന് എനിക്ക് എണീക്കാനേ വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കിടന്നാണ് എനിക്ക് എണീക്കുക. ഞാനൊരു വീഡിയോ ഇന്ന് നമുക്ക് അവധി കിട്ടുമ്പോഴാണ് എന്തെങ്കിലും വീഡിയോസൊക്കെ. കാരണം ഞാൻ ബെഡിൽ ഇപ്പോഴാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ചാടി എടുത്തിട്ട് ഞാൻ 2 പാരസെറ്റമോളൊക്കെ എടുത്ത് കഴിച്ചുമാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അവർ ആ പേഷ്യൻ്റ് തന്നുകൊണ്ട് നമുക്കത് ചെയ്തതിലൂടെയാണ് നമുക്ക് ഇത്രയും വേദനയും ബുദ്ധിമുട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് ആ ലൊക്കേഷൻ നമ്മളത് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ അത്രയ്ക്ക് എനിക്ക് വയ്യ. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ട് ഇനി ആരെങ്കിലും കണ്ട് എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ ജോലി പോയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മനസ്സും. അത് രണ്ടും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പം ഞാൻ 2 പാരസെറ്റമോൾ എടുത്ത് കഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ബോഡി പെയിൻ കൊണ്ട് എനിക്ക് അനങ്ങാൻ വയ്യ. എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യ. ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം എണീക്കാൻ. പിന്നെ ഇത് ഭാഗ്യം കൊണ്ട് എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഇന്ന് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതേ ജോലിക്ക് തന്നെ പോകേണ്ടി വരും. എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാകാറില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അവർക്ക് അവരുടെ തലയ്ക്ക് ഭ്രാന്ത് ഉള്ള പോലെ അവർ ഡ്യൂട്ടി ഇടും. അത് തന്നെ അവരോട് ചോദിക്കാൻ പറയാൻ ആരുമില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാം രണ്ടും കൽപ്പിച്ച് തന്നെ വരാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. താങ്ക് യു.